എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് രാമായണ പാരായണത്തിലെ 26-ാമത്തെ ദിവസമാണ്. അപ്പൊ 26-ാമത്തെ ദിവസത്തിലെ ഭാഗങ്ങളാണ് ഞാൻ ഇന്നിവിടെ വായിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതമാം രാമ രാമ, ശ്രീരാഘവാത്മായ രാമ രാമ, ശ്രീരാമ രമാപതി, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതി. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൃദാനം വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. രാവണന്റെ പടപ്പുറപ്പാട്. ആരെയും പോരിന്നയക്കുന്നതില്ലിനി, നേരെ പൊരുത് ജയിക്കുന്നുണ്ടതല്ലോ. നമ്മോടുകൂടെയുള്ളോർകൾ മുന്നിടുക, നമ്മുടെ തേരും മരുത്തുകെന്നാനവൻ. വെൺമതി പോലെ കുടയും പിടിച്ചു പൊന്മയമായോരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാജികളെ പൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി. മേരുശിഖരങ്ങൾ, കിരീടങ്ങൾ, ഹാരാദികള ആഭരണങ്ങളും 10 മുഖവും 20 കൈകളും, ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും, നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ട. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തൂടെതിരെ വക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭുവി കണ്ടു രഘുവരൻ. മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സംജ്ഞയാ, മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. നല്ല വീരന്മാർ വരുന്നത് കാണേണോ, ചൊല്ലേണമെന്നോടിവരേധാഗുണം എന്നത് കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോടു മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ബാണചാപത്തോടു ബലാർക്കന്തകാന്തീപു ദാനക്കഴുത്തിൽ വരുന്ന കമ്പനൻ സിംഹധ്വജം പൂണ്ടതേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണചാപത്തോടും. വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണൻ, അന്തരൻ നമ്മെ മുന്നം ജയിച്ചാനവൻ. ആയോധനത്തിനു ബാണചാപങ്ങൾ പൂണ്ടായുധമായൊരു തേരിൽ കരയേറി. കായം വളർന്നു വിഭൂഷണൻ പണ്ടതി, കായൻ വരുന്നത് രാവണൻ തൻ മകൻ. പൊന്നണിഞ്ഞാന കഴുത്തിൽ വരുന്നവൻ
ഉന്നതനേറ്റം മഹൂതവൻ മന്നവൻ വാജിമേലേറി പരികം തരിപ്പവ നാജിശൂരേന്ദ്രൻ വിശാലൻ നരാന്തകൻ വെള്ളരുതിൻ മുകളേറി ത്രിശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസല്ലോ രാവണാന്തൻ മകൻ മറ്റേതിനങ്ങേത് ദേവാന്തകൻ തേരിൽ വന്നതു വന്നവ കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ നമ്പിന് കുംഭൻ പരികായുധനല്ലോ ദേവകുലാന്തകനാകിയ രാവണൻ ദേവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. യുദ്ധം വിഭീഷണൻ ചൊന്നത് കേട്ടവി ഉത്തരം രാഘവൻ താനുമരുൾ ചെയ്തു. യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവൻ ഇന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളുന്നേരം വന്ന പടയോടു ചൊന്നാൻ ദശാസ്യനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളുവിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം യുദ്ധത്തിനു ഞാൻ പോരും ഇവരോട് ശക്തിയില്ലാകയുമില്ലിതിനെന്നേതുമേ ഏവം നിയോഗിച്ച നേരം നിശാചര ദേവരും ചെന്നു ലങ്കാപുരം ദേവിനാ വൃന്ദാരകാരാധിരാവണൻ വാനര വൃന്ദയെയ്തു തള്ളിവിട്ടിടിനാൻ വാനരേന്ദ്രന്മാരഭയം തരികെന്ന് മാനവേന്ദ്രൻ കാൽക്കൽ വീണിരുന്നിടിനാൻ വില്ലും ശരങ്ങളും ആശു കൈക്കൊണ്ടുകോ ശല്യാതനയനും പോരുന്നോരുമിച്ചാൽ വമ്പനായുള്ളോരിവനോട് പോരിന് മുമ്പിൽ അടിയൻ അനുഗ്രഹം നൽകണം എന്നു സൗമിത്രിയും ചെന്നിരന്നിടിനാൾ മന്നവൻ താനുമരുൾ ചെയ്തിരന്നേരം വൃത്രാരിയും പോരിൽ വിസ്തൃതനായി വരും നക്തഞ്ചരേന്ദ്രനോടേറ്റാൽ അറിയുതി മായയുമുണ്ട് നിശാചരർക്കേറ്റവും ന്യായവുമില്ലിവർക്കാർക്കുമൊരിക്കലും ചന്ദ്രചൂട പ്രിയനാകയുമുണ്ടിവൻ ചന്ദ്രഹാസാഖ്യമാം വാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്തമുറച്ചു ചൊല്ലണമല്ലോ കലഹത്തിനെല്ലാം ശിക്ഷിച്ചരുൾ ചെയ്തയച്ചോരനന്തരം ലക്ഷ്മണനും തൊഴുതാശുവിൽ വാങ്ങിന ജാനകി ചോരനെ കണ്ടോരു നേരത്ത് വാനര നായകനാകിയ വാരുതി തീർത്ഥടം തന്നിൽ ഉദിച്ചു വാണിയിടിന നാർത്തനായി വന്ന നിശാചരനാഥനും ദക്ഷിണഹസ്തവും ഓങ്ങിപ്പറഞ്ഞിത് രക്ഷോവരനോട് മാരുതപുത്രനും നിർജ്ജരന്മാരെയും താമസന്മാരെയും സജ്ജനമായുള്ള ജനത്തെയും നിത്യവും ഉപദ്രവിക്കുന്ന നിനക്ക് വന്നെത്തുമാപത്തു കവികുലത്താലിടും നിന്നെ അടിച്ചു കൊല്ലുവാൻ വന്നു നിൽക്കുന്നു എന്നെയൊഴിച്ചുകൊൾ വീരനെന്നാകില്ലേ വിക്രമമേറിയ നിന്നുടെ പുത്രനാ മക്ഷകുമാരനെ കൊന്നത് ഞാനെടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെ ഉണർന്നു ചൊന്നാൻ ഇവിടേക്കിന്ന് വന്ന കവികളിൽ നല്ലനല്ലോ ഭവാൻ
നന്മയെന്തായതെനിക്കിന്നിതുകൊണ്ട് നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പവനില്ലല്ലോ. മൃത്യു വന്നീല നിനക്കതുകൊണ്ട് ഞാൻ എത്രയും ദുർബലനെന്നു വന്നു നമ്മെ ലിത്തിരി നേരമിന്നും പൊരുതിയിടണം എന്ന നേരത്തൊടിച്ചാൻ ദശാനനൻ. പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രേഷ്ഠനും നീലനന്നീരം കുതികൊണ്ട രാവണൻ മേലെ കരേറി കിരീടങ്ങൾ 10 വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടും മകുടങ്ങൾ 10 ചാടിക്രമേണ നൃത്തം തുടങ്ങിയിടിനാൻ. പാടിത്തുടങ്ങിനാൻ നാരദനും തഥാ പാവകാസ്ത്രം കൊണ്ട് പാവകപുത്രനെ രാവണ നെയ്തുടൻ തള്ളിവിട്ടിടിനാൻ. തൽക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താനത് നേരം ബാണഗണത്തെ വർഷിച്ചാതിരുവരും കാണരുതാതെ ചമഞ്ഞിതു പോർക്കളം. വില്ലുമുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണ നല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും. പിന്നെ മയൻ കൊടുത്തോരു വേൽ സൗമിത്രി തന്നെ മാറിലം മാറു ചാട്ടിയിടിനാൻ. അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കരുതാഞ്ഞ സൗമിത്രിയും ശക്തിയേറ്റാശു വീണിടിനാൻ. ആടലായി വീണ കൗമാരനെ ചെന്നിടു ഇടുവാനാശു ഭാവിച്ചു ദശാനനൻ. കൈലാസ ശൈലമെടുത്ത ദശാസ്യന് ബാലശരീരം ഇളക്കരുതാഞ്ഞിത്. രാഘവൻ തന്നെ ഗൗരവമൂർത്തതി ലാഘവം പൂണ്ടിത് രാവണവീരനും കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും. മണ്ടിയണഞ്ഞൊന്നടിച്ചാൻ ദശാസ്യനെ ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ. മാരുതിതാരും കുമാരനെ തൽക്ഷണേ പുഷ്പസമാനമെടുത്തുകൊണ്ടാതരാൽ ചിൽപുരുഷൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ. മാറും പിരിഞ്ഞു ദശമുഖൻ കയ്യില മാറുപോക്കുമേതമാം ശക്തിയും. ത്രൈലോക്യ നായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിനാൻ. ഗന്ധമാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ. പങ്ക്തിമുഖനോട് യുദ്ധത്തിനെന്നുടെ കണ്ഠമേറിക്കൊണ്ട് നിന്നരുളിക്കൊള്ളുക കുണ്ഠത എന്നിയേ കൊൽകരശാസ്യനെ. മാരുതി എന്നത് കേട്ടു രഘുത്തമൻ ആരൂഹ്യത കണ്ടദേശേ വിളങ്ങിനാൻ. ചൊന്നാൻ ദശാനനൻ തന്നോട് രാഘവൻ നിന്നെ അടുത്തു കാൺമാൻ കുതിച്ചേൻ തുലോ. ഇന്നതിന്നാശുയോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരെയും കൊന്നു ജഗത്രയം പാലിച്ചുകൊള്ളുക. എന്നുടെ മുമ്പിലെ രക്ഷണം നില്ലു നീ എന്നരുൾ ചെയ്തു ശാസ്ത്രാസ്ത്രങ്ങൾ തൂകി. ഞാൻ ഒന്നിനും ഒപ്പമീതാൻ ദശവക്രനും ഘോരമായി വന്നിതുപോലും അന്നേരത്ത് വാരാനിധിയും ഇളകി മറിയുന്നു. മാരുതി തന്നെയും ഇത് മുറിച്ചിത് ശൂരനായൊരു നിശാചരനായകൻ. ശ്രീരാമദേവനും കോപം മുഴുത്തതീ ധീരത കൈക്കൊണ്ടെടുത്തോരു സായകം. രക്ഷോവരനുടെ വൃക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാനതിദ്രുതം. ആലസ്യമായതു ബാണമേറ്റ നേരം പൗലസ്ത്യചാപവും വീണതുഭൂതലേ. നക്തഞ്ജരാധിപനായ ദിശാസ്യന് ശക്തിക്ഷയം
കണ്ട് സത്വരം രാഘവൻ തേരും കുടിയും കുടയും കുതിരയും ചാരുകിരീടങ്ങളും കളഞ്ഞേടിന. സാരഥി തന്നെയും കൊന്നുകളഞ്ഞള് ആരൂഢതാപേന നിന്നു ദശാസ്യനും രാമനും രാവണൻ തന്നോടരുൾ ചെയ്ത നാമയം പാരം നിനക്കൊണ്ടു മാനസി, പോയാലും ഇന്നു ഭയപ്പെടായതുമേ. നീ നിലങ്കയിൽ ചെന്നിരുന്നാലും ആയുധവാഹനത്തോടൊരുമ്പെട്ടുകൊണ്ടായോധനത്തിനു നാളെ വരേണം നീ. കാകസ്തു വാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദിശാനനൻ. രാഘവാസ്ത്രം തുടർന്നുകൊണ്ടെന്നോ രാഹുലം പൂണ്ടു തിരിഞ്ഞു നോക്കിത്തുലോ. വേപധൂഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായത് ചിന്തിച്ചു മേവിനാൻ. വേപധുഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായത് ചിന്തിച്ചു മേവിനാൻ. താപമുണ്ടായത് ചിന്തിച്ചു മേവിനാൻ. കുംഭകർണന്റെ നീതിവാക്യം. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരാജനുമർക്കാത്മജനെയും രാവണബാണവിദാരിതന്മാരായ പാവകപുത്രാദിവാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ട് രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൽ. സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൽ. സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ. രാത്രിഞ്ചരീന്ദ്രനും പ്രത്യജനത്തോട് പേർത്തും നിജാർത്തികൾ ഓർത്തു ചൊല്ലിയിടിനാൻ. നമ്മുടെ വീരബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷകാരാദിയും നഷ്ടമായി വന്നിതൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം. വേദാവുതാനുമനാരണ്യഭൂവനും വേദവതിയും മാനന്ദികേശനും ജംബയും പിന്നെ നളകുംബാരാദിയും ജംബാരിമുമ്പാം നിലിംബവരന്മാരും കുംഭോദ്ഭവാദികളായ മുനികളും ശംഭു പ്രണയിനിയാകിയ ദേവി പുഷ്ടതപോബലം പൂണ്ടു പാതിവൃത്യം നിഷ്ഠയോടെ മരുവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തൊന്നുനല്ലോ ജയിച്ചുകൊള്ളുവാനഹോ. കാലാരിതുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞെന്നി ഉണർന്നിടും ആറില്ല മുന്നമുറങ്ങിയിട്ടവനുമീ 9 നാളേ കഴിഞ്ഞതുള്ളൂ നിങ്ങൾ അൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും. രാക്ഷസരാജനിയോഗേന ചെന്നാരോ രാക്ഷസന്മാരെല്ലാം ഉരുമ്പെട്ടുണർത്തുവാൻ ആനകദുന്ദുഭി മുഖ്യവാദ്യങ്ങളും മാനതീർ കാലാൾ കുതിരപ്പടകളും കുംഭകർണോരസിപ്പാറ്റുമാർത്തും ജഗൽ കുംഭം വരുത്തിനാലെന്തോ ഒരു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിന കുംഭകർണ ശ്രവണാന്തരേ പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ധം സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിവായുമാനകൾ ജംഭാരി വൈരിക്ക് കമ്പമില്ലേതുമേ.
ദ്രംഭാസമാരംഭമോടുണർന്നിത് സംഭ്രമിച്ചോടിനാരാ ശരവീരരും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമനവും കുന്നുപോലെ കണ്ടു ബിംബം കലന്നെഴുന്നേറ്റിരുന്നീടിനാൻ ക്രവ്യങ്ങളാദിയായ മറ്റുപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധവും പ്രത്യജനവും വന്നു വണങ്ങിന കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ഠാനുജൻ എങ്കിലോ വൈദികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവാനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനത് നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക നീ നല്ലത്. ഏവം മഹോദരൻ ചെന്നത് കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ ഗാഠമായ ലിംഗനം ചെയ്തിരുത്തിനാൻ രൂഢമോധം നിജസോദരൻ തന്നെയും ചിത്രീധരിച്ചതിൽ ഓർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും നിന്നടോ. സോദരീ തന്നെ നാസാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകീ ദേവി ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ടാരാമസീന്നി കൊണ്ടെന്ന് വച്ചിടിനാൻ വാരിധിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിനു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയും ഇത് കുറിച്ചാൻ ജിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാനതു കാരണം അല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേ. മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നത് കേട്ടു ചൊന്നാൻ കുംഭകർണനും നന്നെത്രയും നല്ലതേ നല്ലുകേൾ നല്ലതും തീയും താൻ അറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്ന് നല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതേരാമന് നൽകുക എന്നിങ്ങനെ സോദരൻ ചൊന്നാലിത് കോപിച്ചു നീ. ആട്ടിക്കളഞ്ഞത് നന്നോർത്തുകാൺ നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാം അതുകൊണ്ടതും കുറ്റമല്ലടോ. നല്ലതൊരുത്തരാലും വരുത്താവത അല്ലൽ വരുത്തുമാവത്തണയുന്നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും കബീര്യവും ശത്രുവും മിത്രങ്ങളും മധ്യസ്ഥപക്ഷവും മർത്തപുരുഷകാരാതിഭേദങ്ങളും നാലുപായങ്ങളും ആറു നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പഥ്യം പറയും അമാത്യനുണ്ടെങ്കിലോ ഭർത്തൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ളോരമാത്യധർമ്മം വെടി എങ്ങനെ രാജാവിനിഷ്ടമെന്നാലത് കർണസുഖം വരും മാറു പറഞ്ഞുകൊണ്ട് ധന്വഹമാത്മാഭിമാനവും ഭാവിച്ച് മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യജനങ്ങളിൽ നല്ലത് കാഗോളമെന്നത് ചൊല്ലാവോ. ഒരല്ലൽ വിഷമുണ്ട്
വിഷമുണ്ടവർക്കെന്നിയല്ലേ ഇല്ലല്ലോ. നല്ലത് കാകൂളം എന്നത് ചൊല്ലുപോരല്ലൽ വിഷമുണ്ടവർക്കെന്നിയല്ലോ. മൂഢരാം മന്ത്രികൾ ചൊല്ലുകേട്ടേടുകിൽ നാടുമായുസും കുലവും നശിച്ചുപോ. നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേന്നാർത്തി മുഴുത്തു മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തൽ വിടുന്നു വെളിച്ചം ഗ്രസിക്കയാൽ. ആഗ്രഹമൊന്നിങ്കലേറിയാലാപത്ത് പോക്കുവാനാവതല്ലാതെ വണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാടിന് മുൻമൂലനാശം വരുത്തുവാനായല്ലോ. ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാനറിഞ്ഞേനത് രാത്രിഞ്ചരാധിപ. ഇന്ദ്രിയങ്ങൾക്ക് വശനായിരിപ്പവൻ എന്നുമാവത്തൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാനൂനമാപത്തുകൾ. നല്ലതല്ലെന്നറിഞ്ഞിരിക്കേ ബലാൽ ചെല്ലുമൊന്നിങ്കലൊരുത്തൻ അഭിരുചി. പൂർവജന്മാർജിത വാസനയാലധീ നാവതല്ലേതുമതിൻ വശനായി വരും. എന്നാൽ അതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്രവിവേകോപദേശങ്ങൾ കൊണ്ട് വിധേയനാക്കിക്കൊണ്ടിരിപ്പവൻ ുണ്ടോ ജഗത്തിങ്കലാരാനും ഓർക്ക നീ. മുന്നം വിചാരകാലേ ഞാൻ ഭവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം. ഇപ്പോൾ ഉപഗതമായി വന്നതീശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ. മനുഷ്യൻ നല്ല രാമൻ പുരുഷോത്തമൻ നാനാ ജഗന്മയൻ നാരായണൻ പരൻ. സീതയാകുന്നത് യോഗമായ ദേവി ചേതസ്സിനീ ഹരിച്ചിടുകെന്നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നില്ലയോ. മന്നവാ മുന്നമേ എന്ത് തോരാഞ്ഞതും ഞാനൊരു നാൾ വിശാലയാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ. വാഴുന്ന നേരത്തു നാരദനെ പരിദോഷേണ കണ്ടു നമസ്കരിച്ചിടിനെ. ഏതൊരു ദിക്കിൽ നിന്നാഗതനായി തൻ നാദരവോടരുൾ ചെയ്യുക മഹാമുനി. എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കൽ അന്തരം കൂടാതരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദൻ എന്നോട് സാദരം ചൊന്നാനുദന്തങ്ങളൊക്കവേ. രാവണ പീഡിതന്മാരായി ചമഞ്ഞോരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ. ത്രൈലോക്യകണ്ഠകനാകിയ രാവണൻ പൗലസ്ത്യപുത്ര അതീവ ദുഷ്ടൻ ഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നി ഇതെങ്ങുമിരിക്കരുതേ അതേ ചമഞ്ഞിതു മർത്യനാലെന്നീ മൃത്യുവില്ലെന്നത് മുക്തം വിരിഞ്ചിനാൽ മുന്നമേ കൽപ്പിതം മർത്യനായി തന്നെ പിറന്നു ഭവാനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. യുദ്ധമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു. പൃഥ്വിയിൽ ഞാൻ അയോധ്യായാം ദശരഥ പുത്രനായി വന്നു പിറന്നിതി സത്വരം. നക്തഞ്ജരാധിപൻ തന്നെയും നിഗ്രഹിച്ച്
ചാത്തൽ തീർത്തിടുവാൻ ത്രികൂലത്തിങ്കൽ സത്യസങ്കൽപ്പനാമീശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെല്ലാം ഒടുക്കുവനും അവനിനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി. നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മാനസി. രാമൻ പരബ്രഹ്മമായ സനാതനൻ, കോമളനന്ദീ വരദളശ്യാമളൻ, മായാ മനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാചാ മനസാ ഭജിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ, ഭക്തിയല്ലോ ജ്ഞാനമാതാവിടൂ, ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി. ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നോടേ. ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ രാമാവതാരരസമല്ല അതൊന്നുമേ. രാമനാമം ജപത്തിനാലേ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ, മാനുഷാകാരനാം രാമനാകുന്നതും താരക ബ്രഹ്മെന്നത്രേ ചൊല്ലുന്നതും. ശ്രീരാമനെ ശ്രീരാമദേവനെ തന്നെ ഭജിക്കനേ. രാമനെ ഭജിച്ചു വിദ്വജ്ജന മാമയം നൽകുന്ന സംസാര സാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നത് സന്തതം. ശുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ച് തച്ചരിത്രങ്ങളും ചൊല്ലിനാമങ്ങളും ഉച്ചരിച്ചാത്മനാത്മാത്മനാ കണ്ടുക. അച്യുതനോട് സായുജ്യവും പ്രാപിച്ചു നിശലാനന്ദയിലേക്കും നിരന്തരം. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊള്ളുകാനന്ദമൂർത്തി. കുംഭകർണ വധം. സോദരനേവം പറഞ്ഞതു കേട്ടതീ ക്രോധം മുഴുത്തു ദശാസ്യനും ചൊല്ലിനാൻ. ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല, ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം. നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നത് നിന്നറിഞ്ഞേനഹം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി, ഖേദമെന്നതു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടള ഉഗ്രനാം കുംഭകർണൻ നടന്നേടിനാൻ. വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘുത്തമൻ, നിഗ്രഹിച്ചാൽ വരും മോശമെന്നോർത്തവൻ. പ്രാകാരവും കടന്നുത്തങ്കശൈലര ജാകാരമോടലറിക്കൊണ്ടതിദ്രുതം. 1000 ഭാരമിരുമ്പു കൊണ്ടുള്ള ആയുധമായുള്ള ശൂലവും കൈക്കൊണ്ട്, ആയുധമായുള്ള ശൂലവും കൈക്കൊണ്ട് വാനരസേനയിൽ പൂക്കോരു നേരത്ത് വാനരവീരന്മാരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവു കണ്ടാലാകുലാൽ സംഭ്രമം പൂണ്ട് വിഭീഷണൻ തന്നോട്. വൻപുള്ള രാക്ഷസനേവനിവൻ പറഞ്ഞ് അമ്പരത്തോളം ഉയരമുണ്ട് അത്ഭുതം. ഇത്തം രഘുത്തമൻ ചോദിച്ചളവതീ ഉത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവികനെത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവകുലാന്തകൻ നിദ്രാവശനിവൻ, ആവതില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ. ചരിത്രങ്ങളെല്ലാം അറിയിച്ചു വച്ചൻ നിശ്ചയാ പൂർവജൻ
കാൽക്കൽ വീണീടിനാൻ. വിഭീഷണൻ ഞാൻ ഭവത് ഭക്തിമാൻ, പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവൻ എന്നത് ഞാൻ ആദരപൂർവമാവോളം ഉപേക്ഷിച്ചേൻ. ഖഡ്ഗവും കൈക്കൊണ്ട് നിഗ്രഹിച്ചിടുവാൻ ദുഃഖതയോടും അടുത്തത് കണ്ടു ഞാൻ. ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേ. യുദ്ധം വിഭീഷണൻ കേട്ടു വാക്കുകൾ കേട്ടവൻ, ചിത്തം കുളിർത്തു പുണർന്നാൻ അനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞത്, ധന്യനല്ലോ ഭവാനില്ലകിലേതുമേ. ജീവിച്ചിരിക്ക പലകാലമൊഴിയിൽ സേവിച്ചുകൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും. നാരായണ പ്രിയനെത്രയും നീ എന്ന് നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം. മായാമായമി പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികെ എന്നതു കേട്ടഭിവാദ്യവും ചെയ്തതി. ഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ. രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ. ഹസ്തപാദങ്ങളാൽ മക്കള വീരരെ ക്രുധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചടുത്തുകൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാർ നാനാദിഗന്ധരെ. മത്തഹ സ്ത്രീന്ദ്രനെ പോലെ കവികളെ 100,000 കൊന്നാനരക്ഷണാൽ. മർക്കടരാജനത് കണ്ടോരു മാമല കൈക്കൊണ്ടെറിഞ്ഞതുമാറിൽ തടുത്തവൻ. കുത്തിനാൽ ശൂലൻ വെടുത്തത് കൊണ്ടതീ വിത്രസ്തനായി വീണു മോഹിച്ചിതർക്കജൻ. അപ്പോൾ അവനെ മുക്കൂടെടുത്തുകൊണ്ടുൽപ്പന്നമോദം നടന്നു നിശാചരൻ. യുദ്ധേ ജയിച്ച സുഗ്രീവനെയും കൊണ്ട് നക്തഞ്ജരേശ്വരൻ ചൊല്ലുന്ന നേരത്ത്, നാരീജനം മഹാപ്രസാദമേറി നാരൂഢമോദം പനിനീരിൽ മുക്കിയ. മാല്യങ്ങളും കളഭങ്ങളും തൂകിനാൻ ലാലസ്യമാശു തീർന്നിടുവാനാദരാൽ. മർക്കടരാജനതീറ്റുമോഹം വെടി ഉൾക്കടരോഷീണമൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ട് പറിച്ചു കൊണ്ടന്തരീക്ഷേ പാഞ്ഞു പോന്നതിദ്രുതം. ക്രോധവുമേറ്റഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ടതീ സന്നദ്ധനായെടുത്തു സുമിത്രാത്മജൻ. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാരബാണഗണം പൊഴിച്ചിടിനാൻ. 100,000 വാനരന്മാരെയും വക്രത്തിലാക്കി അടയ്ക്കുമാവനുടൻ. കർണനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ. രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ച് സത്വരം. രാഘവൻ തന്നോടടുത്താനത് കണ്ട് വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമിതാശുഖണ്ഡിക്കയാൽ യുദ്ധാംഗണേ വീണു വാനരവൃന്ദവും. നക്തഞ്ചരന്മാരും ഒട്ടുമരിച്ചിത് വാമഹസ്തേ മഹാസാഹവും കൈക്കൊണ്ട് രാമനോടേറ്റമടുത്തു നിശാചരം.
ഇന്ദ്രാസ്ത്രമേതു ഖണ്ഡിച്ചാനതു വീണു. ഇന്ദ്രാരികൾ പലരും മരിച്ചിടിന. ബദ്ധകോപത്തോടലറിയെടുത്തീതു നക്തഞ്ചരാധിപൻ പിന്നെ വന്നേരം. അർത്ഥചന്ദ്രാകരമായ രണ്ടമ്പുകൊണ്ടു തുംഗപാദങ്ങളും മുറിച്ചിടിന. വക്രവും നേറ്റം പിളർന്നു വിഴുന്നുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കുന്ന നേരം. പത്രികൾ വായിൽ നിറച്ചു രഘുത്തമൻ വൃത്രാരി ദേവതമായി വിളങ്ങിയിടിനോ. അസ്ത്രമേതു ഉത്തമാംഗത്തെയും ഖണ്ഡിച്ചു വൃത്രാരീദാനം തെളിഞ്ഞാനതു നേരം. ഉത്തമാംഗം പുരദ്വാരി വീണു മുറി ജബ്ദിയിൽ വീണിത് ദേഹവും നേരം. നാരദസ്തുതി. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യ യക്ഷഭുജംഗാപ്സരോ വൃന്ദവും കിന്നരച്ചാരണ കിം പുരുഷന്മാരും പന്നക താപസദേവ സമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്തിയാപുകത്തിന. ചിൽപുരുഷം പുരുഷോത്തമ മദ്വയം ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമമ്പോട് അവതരിച്ചിടിനാൻ. രാമം ദശരഥനന്ദനം ഉൽപ്പല ശ്യാമളം കോമളം ബാണതനോത്തരം. പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷ പൂർണ്ണസമുദ്രം മുകുന്ദം സദാശിവം. രാമം ജഗദഭിരാമാത്മാ രാമബോധമാർന്നു പുകഴ്ന്നു തുടങ്ങിന. സീതാപദേ രാമജി രാഘേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ പുരുഷോത്തമ. ശ്രീരാമ ദേവേശ ജഗന്നാഥ നാരായണാഖിലാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തി പരബ്രഹ്മേ ദൈവമേ. ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായ മനുഷ്യകാരനായി ശുദ്ധതത്വജനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്യങ്ങളുള്ളിലേ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണ പ്രിയനായി തഥാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്ത വാക്യാർത്ഥമായി ചിത്കനാത്മാവായി ശിവനായി നീഹരനായി നിരീഹനായി നിർഗുണനായി നിഗമാന്ത വാക്യാർത്ഥമായി ചിത്കനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലനകാലത്തു സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ട് സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതികാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമ. യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസീ താപസേന്ദ്രന്മാർ നിരാശയ. തത്സ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം. ചിസ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധ ജ്ഞാനസ്വരൂപീണം സർവലോകാധാരമദ്യം നമോ നമ. ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വദ്ബോധമുണ്ടായി വരുകയുമില്ലല്ലോ. ത്വൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിൻ ഇപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിൽപുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നിൽ വാഴുക ജഗൽപതി. കോപാകാമദ്വേഷ മത്സരകാർപ്പണ്യം
ലോപമോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായാബലവശാൽ തുൽക്കഥാപീയൂഷപാനവും തുൽക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം പൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചാരിപ്പാൻ അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമരമാപതി പാതിയും പോയത് ഭൂഭാരമെന്നു നീ പാതിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗിനീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനീനാഥനെ കൊല്ലുമായോധേന പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചുകൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു. മാനവവീര ജയിക്ക നീ. യുദ്ധം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും സദാ രാഘവനോടും അനുവാദവും കൈക്കൊണ്ട് വേഗേന പോയി മറഞ്ഞിടിനാനേരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദിരമിതമാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ രാമ. ശ്രീരാമ രമാപതി. ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ. രാമായണായ നമോ നമ. രാമ നാരായണായ നമോ. നാരായണായ നമോ. നാരായണായ നമ. ഇതോടുകൂടി രാമായണ പാരായണത്തിലെ 26-ാം ദിവസത്തെ ഭാഗങ്ങൾ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.